കാസർഗോഡ് മഴ ശക്തം. വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഈസ്റ്റ് എലേരി പഞ്ചായത്ത് കൊല്ലാട കമ്പല്ലൂർ ഭാഗങ്ങളിൽ കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡും വലിയ രീതിയിലുള്ള മഴ കനക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ വീടുകൾക്ക് അടക്കം കേടുപാടുകൾ സംഭവിക്കുന്നു. മരങ്ങൾ കടപുഴകി വീഴുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ 34 മണിക്കൂറായി കാസർഗോഡ് ജില്ലയുടെ എല്ലാ മേഖലയിലും കനത്ത മഴ തുടരുന്നൊരു സാഹചര്യമാണ്. ജില്ലയിൽ അതിശക്തമായ മഴയെ തുടർന്ന് ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കടൽ തീരത്തും സ്ഥിതി വിഭിന്നമല്ല. വലിയ രീതിയിൽ കാറ്റ് വീശിയടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കടലിൽ പോകരുതൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നു. മാത്രവുമല്ല, വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഏകദേശം 5ഓളം വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ അല്പസമയം മുമ്പ് വീശിയടിച്ച കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കൃഷിയിടങ്ങൾക്കും അതുപോലെ തന്നെ വീടുകൾക്കുമാണ് നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് നഷ്ടങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ വീശിയടിച്ച കാറ്റിലാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് അതുപോലെ തന്നെ ഒരു വീടിന് കേടുപാട് ഉണ്ടായിട്ടുള്ളതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ക്യാമ്പുകളൊന്നും നിലവിൽ തുറന്നിട്ടില്ല. വീരമലക്കുന്നിലും മട്ടലായിക്കുന്നിലും വലിയ രീതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രവുമല്ല, ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യം, അതായത് ഈ മഴ കുറയുന്നത് വരെ ഇത്തരത്തിൽ പണകൾ പ്രവർത്തിക്കുന്നതിനും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് വീശിയടിച്ച കാറ്റിൽ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കമ്പല്ലൂർ കൊല്ലാട പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി റബ്ബർ മരങ്ങളും മറ്റ് കവുങ്ങൻ മരങ്ങളും ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും നിലം പൊത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം ഇവിടെ എത്തി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന മറ്റു നടപടികളും സ്വീകരിച്ചു വരികയാണ്. വൃന്ദ. ശരി ജോസഫ്. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ പിതാവ് ക്രൂരമർദ്ദനത്തിനിരയാക്കിയതിൽ പിതാവ് ജോസ് അറസ്റ്റിൽ. പിതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്. വാക്കത്തി കൊണ്ട് വെട്ടാൻ ഓങ്ങുന്നതും തല്ലല്ലേ എന്ന് നിലവിളിച്ച് കുട്ടി കൈകൂപ്പുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. നിന്റെ അമ്മയെ